പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഈ സ്വപ്നങ്ങളില്ലാതെ മനുഷ്യരുണ്ടോ? ആഗ്രഹങ്ങളില്ലാതെ ആരെങ്കിലും ഈ ലോകത്തിലുണ്ടോ? പക്ഷെ എപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങളുമെല്ലാം നമ്മൾ കൂടെയുള്ള മനുഷ്യരോട് നമ്മൾ ഷെയർ ചെയ്യും. നമ്മളെ കൂടെ നിൽക്കുന്നവർ, നമ്മളെ കൂടെ ആർക്കൊക്കെ പരിചയമുണ്ടോ, സംസാരിക്കാൻ അവസരമുണ്ടാകുമ്പോഴൊക്കെ ചിലപ്പോൾ നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നമ്മൾ അവരോട് ഷെയർ ചെയ്യും പ്രിയപ്പെട്ടവരെ. പക്ഷേ നമ്മളെ ആഗ്രഹങ്ങൾക്കും നമ്മുടെ സ്വപ്നങ്ങൾക്കുമൊന്നും ഒരുപക്ഷെ കൂടെയുള്ള മനുഷ്യർ വലിയ വിലയൊന്നും കൽപ്പിക്കത്തില്ല. ആമേൻ, ഹല്ലേലൂയ. ഒരുപക്ഷെ നിന്നെ നോക്കി പൊട്ടിച്ചിരിക്കാം, ഒരുപക്ഷെ നിന്നെ കളിയാക്കാം. നിന്റെ സ്വപ്നങ്ങൾ കേൾക്കുമ്പോൾ പലരും നിന്നെ കളിയാക്കാം. പക്ഷെ നിന്റെ സ്വപ്നങ്ങളും നിന്റെ ആഗ്രഹങ്ങളും കേൾക്കുമ്പോൾ നിന്നെ കളിയാക്കാതെ അതിനെ നിവർത്തിച്ചു തരുന്നൊരു ദൈവം. സങ്കീർത്തനം ഞാൻ വായിച്ചു. സങ്കീർത്തനത്തിൽ അതിന് 20-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം ഞാൻ വായിച്ചപ്പോൾ അവിടെ വേദപുസ്തകം ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു: നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളുമെല്ലാം നിവർത്തിക്കുന്ന ഒരു ദൈവമാണ് യഹോവ. അതേ പ്രിയപ്പെട്ടവരെ, നിന്റെ ആഗ്രഹങ്ങൾ, നിന്റെ ഹൃദയത്തിലെ സ്വപ്നങ്ങൾ ഈ ജൂലൈ മാസം അത് കർത്താവോട് നമുക്ക് പറയാം. കർത്താവ് നിന്റെ കുഞ്ഞിനെ പറ്റി ആയിരിക്കാം, നിന്റെ മിനിസ്ട്രിയെ പറ്റി ആയിരിക്കാം, വ്യക്തിപരമായ ആഗ്രഹങ്ങളായിരിക്കാം, എല്ലാം മനുഷ്യരോട് പറയാതെ നമുക്ക് ദൈവത്തോട് പറയാം. ദൈവം അത് നിവർത്തിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.